അള്ളാഹുവിൻ്റെ ദീൻ നമ്മുടെ കയ്യിൽ കിടക്കുകയാണ്. നമ്മൾ ആ ദീനിൻ്റെ കയ്യിൽ കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറണം. ദീനിലായി അള്ളാഹുവിൻ്റെ ഇസ്ലാം എന്ന ജീവിത പന്ഥാവിലായി നമ്മൾ ഒഴുകുന്ന ഒരവസ്ഥ വരണം. നമ്മളത് ആവശ്യമുള്ളിടത്തൊക്കെ എടുക്കുന്നു, കൊണ്ടുപോയി വെക്കുന്നു, അവിടെ നിന്നെടുത്ത് ഇങ്ങോട്ട് മാറ്റി വെക്കുന്നു. അങ്ങനെ സൗകര്യങ്ങൾക്കൊത്ത് ഇസ്ലാമിനെ ഉപയോഗിക്കുന്നതിന് പകരം ജീവിതം മുഴുവനും അള്ളാഹുവിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഇൻഷാ അള്ളാഹ് വരണം. വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിൽ ഹസനുൽ ബന്ന ജീവിച്ചിരിക്കുന്ന ആ സമയത്ത് അദ്ദേഹം മുസ്ലിമീങ്ങളായ ആളുകളെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ വേണ്ടി പറഞ്ഞപ്പോ ആബാലവൃദ്ധം ജനങ്ങൾ അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ആ സമയത്ത് ഹസനൈൻ ബാഷ ജീവിച്ചിരിപ്പുള്ള സമയമാണ്. അദ്ദേഹം ഒരുപാട് ക്ലബ്ബുകൾ, സ്കൗട്ട് ക്ലബ്ബുകളൊക്കെ നടത്തിയിരുന്ന ഒരു പൗരപ്രമാണിയും ആസ്ട്രോനോട്ടുമൊക്കെ ആയിരുന്ന അഹമ്മദ് ഹസനൈൻ ബാഷ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തോട് വരാൻ വേണ്ടി പറഞ്ഞു, നിങ്ങളും വരണം, ഞങ്ങളുടെ സമ്മേളനത്തിന് വരണം എന്നൊക്കെ പറഞ്ഞു. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ, ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെയായി ഒരുപാട് ആളുകൾ അവിടെ വന്നിരിക്കുകയാണ്. അപ്പോ അഹമ്മദ് ഹസനൈൻ ബാഷ ചോദിച്ചു, ഞങ്ങൾ ആളുകൾക്ക് എല്ലാവിധ ഓഫറും കൊടുത്തിട്ട് ക്ലബിലേക്കൊരു മീറ്റിങ്ങിന് വരാൻ പറഞ്ഞാൽ, ഒരു ഒത്തുചേരലിന് വരാൻ വേണ്ടി പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ, ഭക്ഷണം ഫ്രീ, എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവിടെ വന്നാലോ ആട്ടും കൂത്തും ചാട്ടവും കുടിയും കളിയും എല്ലാ തോന്നിവാസങ്ങൾക്കും അവസരം കൊടുത്തിട്ട് ആളുകളോട് വരാൻ പറഞ്ഞാൽ വരുന്നത് തുച്ഛമാളുകൾ. നിങ്ങൾക്ക് എങ്ങനെ ഈ ആളുകൾ ഒരുമിച്ച് കൂട്ടാൻ സാധിച്ചത്? നിങ്ങൾ വിളിച്ചപ്പോ സ്വന്തം ചെലവിൽ ആളുകൾ ഇങ്ങോട്ട് വരികയാണല്ലോ ഉണ്ടായത്. ഈ ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്നത് എങ്ങനെ? എന്താണ് ഇതിന്റെ സീക്രട്ട് എന്ന് ചോദിച്ചു. അപ്പോ ഹസനുൽ ബന്ന കൊടുത്തൊരു മറുപടി, ഞങ്ങൾ വിളിക്കുന്നത് ഓഫർ കൊടുത്തിട്ടല്ല, ഞങ്ങൾ വിളിക്കുന്നത് ബിദഅവതി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായി, മനുഷ്യന്റെ പൂജകൾക്കും ആരാധനകൾക്കും സാഷ്ടാംഗത്തിനും പരമമായ ഇബാദത്തിനും എല്ലാം ഇബാദത്തിന് അർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്നും, ആ പടച്ചവൻ എന്താണോ മനുഷ്യരിലേക്ക് കൈമാറാൻ ഉദ്ദേശിച്ച സന്ദേശം അത് ലക്ഷക്കണക്കായ പ്രവാചകന്മാരിലൂടെ ജനങ്ങൾക്ക് കൈമാറുകയും ആ കണ്ണിയിൽ അവസാനം വന്നത് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണെന്നും അള്ളാഹു ഏകനും സ്രഷ്ടാവുമാണെന്നും വിശ്വസിക്കുന്ന ഇസ്ലാമിന്റെ കലിമത്ത് തൗഹീദ് മുസ്ലിമീങ്ങളെ അള്ളാഹുവിനെ പറ്റി പഠിക്കാൻ വരണം എന്ന് പറയുമ്പോഴേക്കും സ്വന്തം ചെലവിൽ ആളുകൾ വരികയായി. ഇത്രയേ സംഭവിച്ചിട്ടുള്ളൂ എന്ന് ഹസനുൽ ബന്ന കൊടുത്തൊരു മറുപടി നിങ്ങളുടെ ഈ ഒത്തുചേരൽ കാണുമ്പോ ഓർമ്മ വരികയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ ബില്ലാഹി വറസൂലിഹി والكتاب الذي نزل على رسوله والكتاب الذي أنزل من قبل ومن يكفر بالله وملائكته وكتبه ورسله واليوم الآخر فقد ضل ضلالا بعيدا. അല്ലയോ സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനു
ബില്ലാഹി വറസൂലിഹി വൽ കിതാബ്, നിങ്ങൾ അല്ലാഹുവിലും അവന്റെ റസൂലിലും അവൻ ഇറക്കിയ വിശുദ്ധ ഗ്രന്ഥത്തിലും നിങ്ങൾ വിശ്വസിക്കണമേ. ആ ഗ്രന്ഥം അലാ റസൂലിഹി, അല്ലാഹുവിന്റെ തിരുദൂതർക്കാണ് അവതരിപ്പിച്ചു കൊടുത്തത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അല്ലാഹുവിന്റെ തിരുദൂതർക്ക് അവതരിപ്പിച്ചു കൊടുത്ത ഗ്രന്ഥത്തിലും നിങ്ങൾ വിശ്വസിക്കണമേ. വൽ കിതാബില്ലദീ അൻസല മിൻ ഖബ്ൽ, ഇതിനു മുമ്പും കിതാബുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, കിതാബുകൾ ഇറക്കപ്പെട്ടിട്ടുണ്ട്. ആ കിതാബുകളിലും നിങ്ങൾ വിശ്വസിക്കണമേ. ഈസാ നബി അലൈഹിസ്സലാം, നമ്മുടെ ക്രിസ്തീയ സുഹൃത്തുക്കളൊക്കെ യേശു ക്രിസ്തു എന്ന് പറയുന്ന അള്ളാഹുവിന്റെ പ്രവാചകനായിരുന്നു എന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന, ദൈവത്തിന് പുത്രനെ ചാർത്താൻ പാടില്ലെന്നും ദൈവത്തിന്റെ പുത്രനല്ല ഈസാ നബി അള്ളാഹുവിന്റെ നബി മാത്രമാണെന്നും വിശ്വസിക്കുന്ന, എന്നാൽ പ്രവാചകന്മാരിൽ ഉന്നത ശ്രേഷ്ഠരായ 5 പ്രവാചകന്മാരിൽ ഒരാളാണ് ഈസാ നബി എന്ന് വിശ്വസിക്കുന്നവരാ മുസ്ലിമീങ്ങൾ. ആ ഈസാ നബിക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥത്തിലും ദാവൂദ് നബി അലൈഹിസ്സലാമിന് ഇറക്കപ്പെട്ട ഗ്രന്ഥത്തിലും മൂസാ നബി അലൈഹിസ്സലാമിന് അവതരിപ്പിക്കപ്പെട്ട പഴയ നിയമത്തിലും തൗറാത്തിലും മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന് ഇറക്കപ്പെട്ട സബൂറിലൊക്കെ വിശ്വസിക്കണമേ. അല്ലാഹുവിന്റെ ആഹ്വാനം ആരോട്? യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ ഈമാനുള്ളവരെ നിങ്ങൾ വിശ്വസിച്ചേക്കണം അല്ലാഹുവിലും റസൂലിലും കിതാബിലും. ഈമാനുള്ളവരോട് ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? ആ ഈമാൻ ഉണ്ടാകുമ്പോഴല്ലേ അവരോട് വിശ്വസിക്കണം എന്ന്, അവരെ വിശ്വാസികൾ എന്ന് വിളിക്കപ്പെടുന്നത്. എന്നിട്ടും അല്ലാഹുവിന്റെ പ്രയോഗം വമൻ യക്ഫുർ ബില്ലാഹി വമലായികതിഹി വകുതുബിഹി, ആരെങ്കിലും അല്ലാഹുവിലും അവന്റെ പ്രവാചകന്മാരിലും അല്ലാഹുവിന്റെ മലക്കുകളിലും അവിശ്വസിച്ചാൽ, വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലും അവിശ്വസിച്ചാൽ, ഫഖദ് ضل ضلالا بعيدا, അവർ സത്യത്തിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്, ഒരുപാട് അകലെയാണ്, അവർ സത്യത്തിലല്ല. അല്ലാഹുവിലും അല്ലാഹുവിന്റെ പ്രവാചകന്മാരിലും അന്ത്യനാളിലും അല്ലാഹുവിന്റെ കിതാബിലും അല്ലാഹുവിന്റെ ഖദറിലും ഖലായിലുമൊക്കെ നിങ്ങൾ വിശ്വസിക്കണമേ എന്ന് എത്ര തവണയാണ് ഖുർആൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനുഷ്യ ജീവിതത്തിന് അർത്ഥം വരുന്നത് അള്ളാഹുവിനെ കണ്ടെത്തുമ്പോഴാണ്. അള്ളാഹു ഉണ്ട് എന്ന് മാത്രമല്ലല്ലോ തൗഹീദി വിശ്വാസം. അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞാൽ തീർന്നോ? അള്ളാഹുവാണ് മുദബ്ബിർ, അള്ളാഹുവാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നവൻ, അവനാണ് സ്രഷ്ടാവ്, അവനാണ് ഈ പ്രപഞ്ചം പടച്ചവൻ, അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തെ സംഹരിക്കുന്നവൻ, അള്ളാഹുവാണ് മനുഷ്യർക്ക് ചിന്തിക്കാനുള്ള തലച്ചോറോടുകൂടെ പിഞ്ചു കുഞ്ഞായി ഉമ്മയുടെ ഗർഭാശയത്തിലൂടെ ഈ ലോകത്തേക്ക് ജന്മം കൊടുത്തത് അള്ളാഹു ചെയ്ത പണിയാണ്. ഒരു മനുഷ്യനോ ഡോക്ടറോ അല്ലല്ലോ. കാണാൻ കണ്ണു തന്നതും വായും നാവും ബ്രെയിനും കണ്ണും കാതും മൂക്കുമെല്ലാം സംവിധാനിച്ചത്, മനുഷ്യ കോലത്തിലായൊരു പിഞ്ചു പൈതലിനെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞുവിട്ടത് അള്ളാഹുവല്ലോ. ആ റബ്ബിനെ നിങ്ങൾ അറിഞ്ഞുവോ? മനസ്സുകൊണ്ട് സ്വീകരിച്ചുവോ? ഈമാൻ എത്രത്തോളം ഖൽബിലേക്ക് കയറിയിട്ടുണ്ട്? മഹാനായ സ്വഹാബി അബ്ദുല്ലാഹിൽ മുസ്നി റളിയല്ലാഹു അൻഹു നിബിതങ്ങളെ കണ്ടു പഠിക്കുകയാണ്. ഇസ്ലാമിന്റെ പ്രകാശം ഹൃദയത്തിലേക്ക് കയറുന്നു. തന്റെ അമ്മാവൻ മുസ്ലിമായിട്ടില്ല, ബിംബത്തെ ആരാധിക്കുന്ന ആളാണ്. പിതാവിന്റെ സഹോദരന്റെ സംരക്ഷണത്തിലാണ് അബ്ദുല്ലാഹിൽ മുസ്നി റളിയല്ലാഹു അൻഹു. ഒരുപാട് കാലം കാത്തിരുന്നു മുത്താപ്പൂന്ന് മുസ്ലിമാകുമോ എന്ന് നോക്കിയിട്ട് മുസ്ലിമാവുന്നില്ല. ഖൽബിന്റെ ഉള്ളിൽ ബിംബാരാധന ചെയ്യുന്ന തന്റെ ബന്ധുക്കളുടെ പിതാവിന്റെ സഹോദരന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മനസ്സിലേക്ക് തൃപ്തി വരാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ്
അല്ലാഹുവല്ലാതെ ഇലാഹില്ല എന്ന് വിശ്വസിക്കുന്ന അബ്ദുല്ലാഹിൽ മുസനി റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലേക്ക് ഈമാനിന്റെ പ്രഭ കയറിയിരിക്കുകയാണ്. ആ പ്രഭ പരത്തിക്കൊണ്ടുപോകണം, ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കണം, അത് തുറന്നു പറയണം. മദീനയിലുള്ള പ്രവാചക രാജകുമാരന്റെ അരികത്ത് ചെന്ന് അതൊന്ന് പ്രഖ്യാപിക്കണം. മനസ്സിന്റെ ഉള്ളിൽ ആഗ്രഹം മുളക്കുകയായി. പ്രിയപ്പെട്ട പിതൃ സഹോദരനോട് ചെന്ന് പറഞ്ഞു, യാ അമ്മി, അല്ലയോ പിതൃ സഹോദര, നിങ്ങളൊന്ന് മുസ്ലിമാവുമോ? ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മുസ്ലിമാവേണമേ. നിങ്ങൾ മുസ്ലിമാവുകയാണെങ്കിൽ അതെത്ര നല്ലതാണ്. ഞാൻ ഒരുപാട് കാലം ഇത് കാത്തിരുന്നു, നിങ്ങളുടെ നാവിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കേൾക്കുവാൻ. നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ലല്ലോ. എന്നാൽ എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ ഇസ്ലാമിനോട് സ്നേഹം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ബിംബാരാധന ശരിയല്ലെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ബഹുദൈവങ്ങളെ ആരാധിക്കുന്നത് ശരിയല്ല എന്ന് എൻ്റെ മനസ്സെന്നോട് പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ട്. ഞാൻ എൻ്റെ സത്യാവസ്ഥ പ്രവാചക തിരുമേനിയോട് തുറന്നു പറയാൻ പോകുന്നു. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ആ സത്യവിശ്വാസം ഒന്ന് ഏറ്റുപറയുക. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ തിരുനബിയുടെ മുമ്പിലേക്ക് മദീനയിലേക്ക് പോവുകയാണ്. മാവൻ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഖല്ലാ വഅൽഫ് ഖല്ലാ, സമ്മതിക്കൂല. മുസ്ലിമായിട്ട് ഒരു അല്ലാഹുവിൽ വിശ്വസിക്കാൻ നിന്നെ ഞാൻ വിടില്ല മോനെ. നീ എങ്ങാനും ബഹുദൈവ ആരാധന കൈവടിഞ്ഞ് ഇസ്ലാമിന്റെ ഏകവിശ്വാസം സ്വീകരിച്ചു പോവുകയാണെങ്കിൽ ഞാനും നീയുമായുള്ള സർവ സംരക്ഷണവും അവസാനിക്കും. നിനക്ക് ഞാൻ തന്ന സർവ്വതും ഞാൻ എടുത്തു മാറ്റും. നിന്റെ ശത്രുക്കളുടെ കൈകളിലേക്ക് നിന്നെ ഞാൻ വലിച്ചെറിയും. മഹാനായ അബ്ദുല്ലാഹിൽ മുസനി റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഉരുക്കുപോലെ ഉറച്ചിരിക്കുന്നു അല്ലാഹുവിനോടുള്ള ഈമാൻ. എന്റെ യുവാക്കളും ചെറുപ്പക്കാരും മനസ്സിലാക്കണം, ഒരു യൗവനത്തിന്റെ ആരംഭദശയിൽ അബ്ദുല്ലാഹിൽ മുസനി റളിയല്ലാഹു അൻഹു മദീന ലക്ഷ്യമാക്കി പോകുന്നു. കയ്യിലുള്ള സർവ്വ പൈസയും പിടിച്ചു വാങ്ങി. തന്റെ പിതൃ സഹോദരൻ എല്ലാം വാങ്ങിച്ചു. ഒരു കരിമ്പുടമല്ലാതെ, കരിമ്പടം മാത്രം, ശരീരം മറക്കാൻ ഒരു വസ്ത്രം പോലും നൽകാതെ ഒരു കരിമ്പടം പുതച്ചുകൊണ്ട് മഹാനായ സഹാബി, നബിയേ, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ച മുഅ്മിനാണ് നബിയേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയാൻ മദീന വരെ യാത്ര ചെയ്തു. എത്ര കിലോമീറ്റർ? 500ഓളം കിലോമീറ്റർ. നമ്മൾ വാല് കേൾക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. 500 കിലോമീറ്റർ താണ്ടി വന്നിട്ടുണ്ടാവില്ലല്ലോ. ഇല്ല. ഈമാനുണ്ടായാൽ കുഴപ്പക്കാരുണ്ടാവില്ല. ഇവിടെ നരഹത്യയോ കൊലപാതകമോ ശരിയായ ഇസ്ലാമുള്ളവൻ ചെയ്യൂല. ഒരു മുസ്ലിമായി നടക്കുന്നത് കണ്ടാൽ മുസ്ലിമേതര ഒരു സമൂഹത്തിനും അവരെ പേടിക്കേണ്ടി വരില്ല. അവർ അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കുന്നവരെങ്കിൽ. അവർ നാടിന് ഭീഷണിയല്ല, നമ്മുടെ സുരക്ഷയ്ക്ക് ഭീഷണിയല്ല, നിയമപാലകർക്ക് തലവേദനയല്ല. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ ഈ ലോകത്തിന് നന്മയാണ്. അബ്ദുല്ലാഹിൽ മുസനി റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ മക്കയിൽ നിന്ന് തന്റെ പിതൃ സഹോദരന്റെ സർവ്വ സംരക്ഷണവും വലിച്ചെറിഞ്ഞുകൊണ്ടു പോവുകയാണ്. മദീനയിലേക്ക് എത്തി. 500 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട്, 500 കിലോമീറ്റർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നബി തങ്ങളുടെ പള്ളിയിലേക്ക് കയറി ചെന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിച്ച് ഇങ്ങനെ ഇരിക്കാൻ നോക്കുന്നത് ഒരു ഭാഗത്തേക്ക് മാത്രം. ഇലാ ഹുജറത്തി റസൂലില്ലാഹ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്ന റൂമുണ്ട്. നബിയുടെ വീട് എന്ന് പറയുന്നത് ഹുജറയാണ്, റൂമുകളാണ്. അതുകൊണ്ട് ഖുർആൻ സൂറത്തുൽ ഹുജറാത്ത് നബിയുടെ റൂമുകൾ, ഓരോരോ നബി തങ്ങളുടെ സഹധർമ്മിണിമാർ താമസിക്കുന്ന വീടുകൾ റൂമുകളായിരുന്നു, ഹുജറകളാണ്. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്തി അക്സറുഹും ലാ യഅഖിലൂൻ. നബിയെ, അങ്ങയുടെ റൂമിന്റെ പിറകിൽ നിന്ന് അവിടെ വന്നുകൊണ്ട് യാ മുഹമ്മദു, മുഹമ്മദ് നബിയെ എന്ന അങ്ങയുടെ പേര് വിളിച്ച് അങ്ങയെ ശല്യപ്പെടുത്തിയവർ
അക്സറുഹും ലാ യഅഖിലൂൻ, അധികം ആളുകൾക്കും അതിൽ ബുദ്ധിയില്ല നബിയേ എന്ന് അല്ലാഹു പറഞ്ഞ നബിയുടെ കൊച്ചു കൊച്ചു റൂമുകൾ. അബ്ദുല്ലാഹിൽ മുസനി റളിയല്ലാഹു അൻഹു ആ റൂമിന്റെ വാതിൽ തുറക്കുന്നതും കാത്തിരിക്കുകയാണ്. എപ്പോഴാണാവോ ലോകത്തിന്റെ ഗുരു, ലോകത്തിന് നന്മ പഠിപ്പിക്കാൻ വന്നവർ, മുഖത്ത് ഒരു നിലാവിന്റെ ശോഭയുള്ള മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വാതിൽ തുറന്ന് പള്ളിയിലേക്ക് ചവിട്ടുന്നതും കാത്ത് അവിടെ ഇങ്ങനെ ഇരിപ്പാണ്. ആരോ ഒരു കാര്യപ്പെട്ട ഒരാളെ കാണാൻ നിങ്ങൾ എവിടെയെങ്കിലും ചെന്നിങ്ങനെ കാത്തിരിക്കുന്ന പോലെയോ അതിലേറെയോ. നബി തങ്ങൾ വരുമ്പോൾ പള്ളിയിൽ നബിയെ കാണാനിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും കൈകൊടുത്ത് സലാം പറഞ്ഞ് സുസ്മേരവതരായി കുശലങ്ങൾ അന്വേഷിച്ചുകൊണ്ടാണ് നബി തങ്ങൾ പുറത്തു കിടക്കുന്നത് തന്നെ. ഇതൊക്കെ കണ്ടുകൊണ്ട് മനസ്സു നിറയാൻ, കണ്ണു നിറയാൻ, കൽബിൽ നിറയെ വിശ്വാസവുമായി ഓടി വന്ന അബ്ദുല്ലാഹിൽ മുസനി റളിയല്ലാഹു അൻഹു നബി തങ്ങൾ വാതിൽ തുറന്നു. ആ ത്വലഅൽ ബദ്റു അലൈനാ من ثنيات الوداع وجب الشكر علينا ما دعا لله داعي. നബി തങ്ങൾ മദീനയിൽ ആദ്യമായി കാലുകുത്തിയപ്പോൾ അവർ പാടിയത് ത്വലഅൽ ബദ്റു അലൈനാ, പൂർണ്ണചന്ദ്രൻ ഉദിച്ചിരിക്കുകയാണല്ലോ. ആ പാട്ട് മദീനക്കാർ ആവർത്തിച്ചു ചൊല്ലി പഠിച്ചുണ്ടാക്കിയ പാട്ടായിരുന്നില്ല. നബി തങ്ങൾ വരുന്ന സമയത്ത് ആ മുഖം കാണുമ്പോൾ നിമിഷക്കവികളായ കവികൾക്ക് പറയാൻ തോന്നിയത് ഇതൊരു ബദറാണല്ലോ, പൂർണ്ണചന്ദ്രനാണല്ലോ, ഇതൊരു ബദറാൻ, ബദറു തമാമാണ്. ആ ബദറിനെ കണ്ടപ്പോൾ അവർക്ക് പാടാൻ അവരുടെ ചുണ്ടുകളിൽ വന്ന വാക്ക് ത്വലഅൽ ബദ്റു അലൈനാ. അല്ലാഹു പറയിപ്പിക്കുകയാണ്. ആ തിരുമുഖം നബിയുടെ ഹുജ്റത്തിന്റെ വാതിൽ നീക്കി പള്ളിയിലേക്ക് കടന്നു വരുന്നു. അബ്ദുല്ലാഹിൽ മുസനി എന്ന ചെറുപ്പക്കാരൻ ആ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. അവർ പറയുന്നുണ്ട്, എന്റെ കൽബിൽ നിന്ന്, എന്റെ നെഞ്ചിൽ നിന്ന്, നെഞ്ചിന്റെ കൂടിൽ നിന്ന് എന്റെ ഹൃദയമങ്ങ് ഉയർന്ന് പറക്കുമോ എന്ന് തോന്നുമാർ എന്റെ ശരീരം കിടുകിടാ വിറക്കാൻ തുടങ്ങി, കോരിത്തരിക്കാൻ തുടങ്ങി. എല്ലാവരും നബിക്ക് കൈകൊടുക്കുന്നുണ്ട്. ഞാനും ഓടി വന്ന് നബിക്ക് കൈകൊടുത്തു. മിമ്മൻ അൻത യാ ഫതാ, നിങ്ങൾ എവിടുന്നാ വരുന്നത്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, മുസനി ഗോത്രത്തിൽ നിന്നാണ്. മസ്മുഖ്, പേരെന്താണ്? അബ്ദുൽ ഉസ്സ, ഉസ്സയുടെ അടിമ. ബിംബാരാധനയാണത്. ഉസ്സ എന്നത് മക്കയിലെ ബിംബത്തിന്റെ പേരാണ്. ആ ബിംബത്തിന്റെ അടിമയാണെന്ന് ബഹുദൈവ ആരാധകനായിരുന്ന വാപ്പ മകനിട്ട പേരാണത്. നബി തങ്ങളത് കണ്ടുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ അബ്ദുള്ളയാണ്. ബൽ അൻത അബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ അടിമയാണ്. ഇനി മുതൽ ഉസ്സയുടെ അടിമയല്ല. എന്നെ ഒന്ന് സ്വീകരിക്കണം നബിയേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇസ്ലാം സത്യമാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു നബിയേ, അത് ഹക്കാണെന്ന് മനസ്സിലായിരിക്കുന്നു നബിയേ, അങ്ങനെ സ്വീകരിച്ചേക്കണം. ഇൻസിൽ ഖരീബൻ മിന്നാ വകുൻ ഫീ ജുംലത്തി അദ്യാഫിനാ അബ്ദുല്ലാഹ്. ഇനി മുതൽ നിങ്ങൾ അബ്ദുൽ ഉസ്സ അൽ മുസനിയല്ല, ഇന്നു മുതൽ നിങ്ങൾ അബ്ദുല്ലാഹിൽ മുസനിയാണ്. ഞങ്ങളുടെ അരികത്ത് താമസിച്ചോളൂ, ഞങ്ങളുടെ അതിഥിയായി കൂടിക്കോളൂ. ജനങ്ങൾ മുഴുവനും ഈ അബ്ദുല്ലാഹിൽ മുസനിയെ ഒരു പേര് കൊണ്ട് വിളിച്ചിട്ടുണ്ട്. ബിദിൽ ബജാദൈൻ. ബജാദൈൻ എന്ന് പറയുന്നത് കരിമ്പുടമായിരുന്നു. കരിമ്പുടം മദീനയിലേക്ക് എത്തിയപ്പോഴും കീറിപ്പറിഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവർ ആ ബജാദ് എടുത്ത് ഒരു കഷ്ണം കൊണ്ട് അരമുണ്ടും ഒരു കഷ്ണം കൊണ്ട് തോളും മറച്ച് ഒരു കാൽ ചവിട്ടി ഉരക്കുന്ന ഒരു ചവിട്ടിയെടുത്ത് അരമുണ്ടും മേൽവസ്ത്രവുമായി ധരിച്ച അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഒരു ചവിട്ടിയെ 2 കഷ്ണമായി കീറി വസ്ത്രമാക്കി വരുന്ന കാഴ്ച അറിഞ്ഞപ്പോഴാണ് മഹാനായ ഈ സ്വഹാബിക്ക് അബ്ദുല്ലാഹി ദിൽ ബജാദൈൻ എന്ന് മഹാനായ അബ്ദുല്ലാഹിൽ മുസനി റളിയല്ലാഹു അൻഹുവിനെ സ്വഹാബാക്കൾ വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് അവർ അറിയപ്പെടുന്നത്. ഒരു ചെറുപ്പക്കാരന്റെ യാത്രയാണത്. അല്ലാഹുവിന് വേണ്ടി ചെയ്ത ത്യാഗം, അല്ലാഹുവിന് വേണ്ടി യാത്ര പോയത്.
അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് തിരുനബിയെ കാണാൻ വേണ്ടി പോയ ആ യാത്രയുടെ ചേതോവികാരം ഖൽബിന്റെ ഉള്ളിൽ കയറി ചെന്ന വിശ്വാസമാണ്, അള്ളാഹുവിനോട് തോന്നുന്ന സ്നേഹമാണ്, തിരുനബിയോട് തോന്നുന്ന സ്നേഹമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും ആ കറകളഞ്ഞ വിശ്വാസമല്ലോ. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവം അല്ലാമ ഇബ്നു അസാകിർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് കയറി വരുമ്പോ ആ പള്ളിയിൽ കിടക്കുന്നുണ്ട് ഹാരിസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഹാരിസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പള്ളിയിൽ കിടക്കുന്നുണ്ട്. റാഖിദുൻ, പള്ളിയിൽ ഉറങ്ങുകയാണ്. അന്നൊക്കെ പള്ളിയിൽ ഉറങ്ങുന്നതാണ്. ഉറങ്ങിയാലും എന്തേ കുഴപ്പമില്ല, പള്ളിയിലെ ക്ലോക്കൊന്നും കട്ടുകൊണ്ടുപോകില്ല, ധൈര്യമായിട്ട് ഉറങ്ങാൻ പറ്റും. അപ്പൊ ഇന്ന് എന്ത് എഴുതി വെക്കും, പള്ളിയിൽ ഉറക്കം ഹറാം, ഉറങ്ങിക്കൂടാ എന്ന് വെച്ചാൽ പള്ളിയിലെ പായും ക്ലോക്കും മിമ്പർ അടക്കെടുത്തോണ്ട് പോയി ഇന്ന് ഉറങ്ങാൻ കൊടുത്താലേ. അപ്പൊ അതുകൊണ്ടാണ് പണ്ടൊക്കെ ഉറങ്ങാറുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ കിടന്നുറങ്ങിയിരുന്നു. മദീനത്തെ പള്ളിയിൽ സ്ഥിരം അവിടെയായിരുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ പള്ളിയിൽ ഉറങ്ങുകയാണ് ഹാരിസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. നമ്മുടെ സ്വകാര്യ സങ്കടമാണ് അതൊക്കെ. പെരുന്നാക്ക് വന്നാൽ പുതിയ ചെരുപ്പടിച്ചു മാറ്റി കൊണ്ടുപോവുക, ആരോടതൊക്കെ പറയാ? നിസ്കരിക്കാൻ പറ്റുന്നല്ലോ പോയി ചെയ്യണത്. ഇതൊക്കെ വേറെ മതവിശ്വാസികളൊക്കെ അപ്പുറത്തൊക്കെ കേൾക്കുന്നുണ്ടാവും. നാണം തോന്നാണ്. പെരുന്നാക്ക് പുതിയ ചെരുപ്പിട്ടാരും പോണില്ലപ്പോ, അല്ലേ? അങ്ങനല്ലേ? ഈ പെരുന്നാക്ക് ചെരുപ്പ് നഷ്ടപ്പെട്ടവർ കൈവക്കിയിട്ട് പുതിയ ചെരുപ്പ് പോയവര്, അതിൻ്റെ അർത്ഥം നിങ്ങളൊന്നും പുതിയ ചെരുപ്പിട്ട് പോയിട്ടില്ല എന്നാ. സുബ്ഹാനല്ലാഹ്, ധൈര്യമില്ല. നമ്മൾ ശരിയായ മുസ്ലിമീങ്ങളാണ് വരുന്നതെങ്കിൽ ഇതൊന്നും സംഭവിക്കൂല. മദീനത്ത് ബാങ്ക് കൊടുക്കുമ്പോഴേ ഷട്ടർ താത്താതെയാണ് മദീനക്കാർ നിസ്കരിക്കാൻ പോയിരുന്നതെന്ന് തുറന്നു വെച്ചിട്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു കുറച്ചു കാലം വരെ. നമ്മുടെ പഴമക്കാരൊക്കെ ഉള്ള കാലത്ത് ഒരു പൂട്ടിയിടലോ അടക്കലോ ഒന്നും, വിലപിടിപ്പുള്ള ജംസുകൾ, മുത്തുകൾ. അങ്ങനെയാണ് യമനിയായ ഒരു യാത്രക്കാരൻ മദീനയിൽ വന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് പറഞ്ഞത്, വല്ലാത്ത കൗമാണല്ലോ നിസ്കരിക്കാൻ. അദ്ദേഹം വന്നപ്പോൾ എല്ലാവരും നിസ്കാരത്തിലാണ്. നോക്കുമ്പോൾ സർവ്വ ഷോപ്പും ഓപ്പണാണ്, ഒരു കള്ളനും അവിടെ ഇല്ല, ഷോപ്പ് ഓപ്പണാക്കി പോയിരിക്കുകയാണ്. ആൾ ചോദിച്ചു, എന്താ ഈ കഥ? അദ്ദേഹമാണ് മക്കം ഫതഹിന്റെ ആരംഭ സംഭവങ്ങളൊക്കെ മദീനക്കാർക്ക് ചെന്ന് പറഞ്ഞു കൊടുത്തത്. അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു, ഈ കൂട്ടരെ അള്ളാഹുവിനെ ഏൽപ്പിച്ചു പോകുന്നവരാണ്, ഇതാരും തൊടൂല, ആർക്കും തൊടാൻ ധൈര്യം വരൂല, അതുകൊണ്ട് ഷോപ്പൊക്കെ ഓപ്പണാ. എന്തൊരു റാഹത്ത്! നമുക്കിപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഷോപ്പിൽ നിർത്തുന്നവനെ വിശ്വസിക്കാൻ പറ്റുമോ? അതാണ് അവസ്ഥ. യാ അല്ലാഹ്, ഇദാ ളുയ്യഅത്തിൽ അമാനതു ഫന്തളിരിസ് സാഅ. വിശ്വാസ വഞ്ചന വർദ്ധിക്കാൻ തുടങ്ങിയാൽ, ആളുകളെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് വന്നാൽ, ഫന്തളിരിസ് സാഅ, അന്ത്യനാൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഹാരിസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പള്ളിയിൽ കിടന്നുറങ്ങുന്നു. ആ നേരത്തെ പള്ളിയിലേക്ക് കടന്നു വരുന്നത് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിബിതങ്ങൾ കാലുകൊണ്ട് മെല്ലെ ഒന്ന് തട്ടിയിട്ട് പറഞ്ഞു, ഇർഫഅ റഅസക്, തല ഉയർത്തണം. തല ഉയർത്തി നോക്കി. ഹാരിസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ബിഅബീ അൻത വ ഉമ്മീ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, എൻ്റെ മാതാപിതാക്കളിലേറെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവല്ലോ നബിയെ. ബിഅബീ അൻത വ ഉമ്മീ യാ റസൂലല്ലാഹ്. നബി തങ്ങൾ ചോദിച്ചു, കൈഫ അസ്ബഹ്ത യാ ഹാരിസ ഇബ്നു മാലിക്, ഹാരിസ എങ്ങനെയുണ്ട് നേരം വെളുത്തിട്ട്? എന്താണ് വർത്തമാനം? രാവിലെയാണത്. എന്താണ് വർത്തമാനം? സുബഹിക്കാണ് എഴുന്നേൽപ്പിക്കുന്നത്. കൈഫ അസ്ബഹ്ത യാ ഹാരിസ ഇബ്നു മാലിക്, ഹാരിസ എങ്ങനെയുണ്ട് നേരം പുലർന്നപ്പോ? ഒരു കുശലാന്വേഷണം. പള്ളിയിലെ ഉസ്താദന്മാർ ഇങ്ങനെ കുശലാന്വേഷണം നടത്തിയാൽ, പള്ളിയിൽ വരുന്നവരോടെ ഒരു സലാം പറയലും കുശലാന്വേഷണം നടത്തലൊക്കെ സ്ഥിരമായാൽ ഒരു വലിയൊരു റിലേഷൻഷിപ്പ്, ബന്ധം ഉണ്ടാവും, നല്ലൊരു സ്നേഹബന്ധം ഉണ്ടാവും. നമസ്കാരം കഴിഞ്ഞ് നേരെ പള്ളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ റൂമിൽ പോയി അടച്ചിരുന്നാൽ
ആ ഉസ്താദുമായും അതല്ല നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ അബ്ദുറഹ്മാൻ ഇവിടെ പോയി, നമ്മുടെ ജലീലിൻ്റെ എക്സാം കഴിഞ്ഞോ, നമ്മുടെ അനസിൻ്റെ കഥ എന്താണ്, ഓന ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയോ, ആ ഒരു കുശലാന്വേഷണം ഇത് നബിയുടെ ചര്യയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ബന്ധപ്പെടലുകൾ, ഈ തരത്തിലുള്ള ഇന്ററാക്ഷൻ നമ്മുടെ ഉസ്താദുമാരും സമൂഹവും തമ്മിൽ ഉണ്ടാവണം എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അത് പിരിവെടുക്കാനല്ല. അങ്ങനെയുണ്ട്, നല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടായിട്ട് പിന്നെ എന്ത് ചെയ്യുക, കീസ് അടിച്ചു മാറ്റി കൊണ്ടുപോവുക, അതിനല്ല. ഈമാനികമായ ബന്ധത്തിന്, ഇസ്ലാമികമായ ബന്ധത്തിന് അവരിലൊരു ഉണർവും ദീനിനോട് അടുപ്പവും ഉണ്ടാവാൻ ഇത് നബി തങ്ങൾ ചെയ്തിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൈഫ അസ്ബഹ്ത്, എങ്ങനെയുണ്ട് ഹാരിസ, നേരം പുലരുമ്പോ നബി തങ്ങൾക്ക് ഉണർത്തിപ്പോയാൽ മതി, ഒന്നുണ്ടാക്കി നിസ്കരിച്ചോ എന്ന് പറഞ്ഞാൽ മതി. തങ്ങൾ എന്താ ഉണർത്തിയിട്ട് ഇർഫഅ റഅസക്, തല ഉയർത്തു ഹാരിസ, നോക്കുന്നത് നബിയാണ്. നബിയെ, എന്റെ ഉമ്മയും വാപ്പയും അതിനേക്കാളൊക്കെ വലുത് അങ്ങാണ് നബിയെ. എന്താ നബിയെ? കൈഫ അസ്ബഹത യാ ഹാരിസ, എന്തുണ്ട് ഹാരിസ വിശേഷം ചോദിക്കുകയാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രംഗങ്ങനെ നോക്കൂ. ഹാരിസ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി എന്താണെന്നറിയോ? നമ്മളെന്താ പറയാ? ഉസ്താദെ വയറുവേദന, അല്ലെങ്കിൽ കുട്ടികളെ കെട്ടിക്കാനുള്ള ബുദ്ധിമുട്ട്, മകന് ഗൾഫിൽ വിസ ശരിയായിട്ടില്ല, പോയ അറബി ആ ജോലി കൊടുത്തിട്ടില്ല, ഇങ്ങനെ പല ടെൻഷനും. എന്താ വിശേഷം എന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാ എന്ന് പറയുന്ന മലയാളികൾ കുറവാണ്. സത്യമല്ലേ അത്? അള്ളാഹ്ക്ക് സ്തുതി, ഇന്നെൻ്റെ തലയിലേക്ക് എൻ്റെ വീട് പൊളിഞ്ഞു വീണിട്ടില്ല, കാര്യമായ അസുഖമൊന്നും തടിമലില്ല, ഇന്ന് ജീവിച്ചു പോവാൻ കയ്യിലൊരു 100 റുപ്യെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ലോകം മുഴുവനും കയ്യിൽ കിട്ടിയതിന് തുല്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. من أصبح في سربه آمنا معافا في جسده وعنده قوت يومه فكأنما حيزت له الدنيا بحذافيرها. എന്താ വർത്താനം എന്ന് ചോദിച്ചാൽ നമ്മൾ അപ്പോൾ തുടങ്ങും നമ്മുടെ ബുദ്ധിമുട്ട് പറയൽ, അൽഹംദുലില്ലാ എന്ന് പറയും. അള്ളാഹുവിന്റെ സ്തുതി, റാഹത്തിലാണ്. പിന്നെ ചെറിയ ചെറിയ അസുഖങ്ങളും ബുദ്ധിമുട്ടും പരീക്ഷണവും ഇല്ലാത്തവർ ആരാ ഈ ലോകത്തുള്ളത്? വലിയ വലിയ ആൾക്കാർക്ക് വലിയ വലിയ ടെൻഷൻ ഉണ്ടാവും, ചെറിയവർക്ക് ചെറിയ ടെൻഷൻ ഉണ്ടാവും, ഇടത്തരക്കാർക്ക് ഇടത്തരം ടെൻഷൻ കാണും. ഇതിനൊക്കെ നമ്മൾ വേവലാതി പറയാൻ നിന്നാൽ നമ്മൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ അള്ളാഹുവേ നിന്റെ ഹദ്റത്തിലേക്ക് വെച്ചിരിക്കുകയാണ്, പടച്ചവനെ നീ പരിഹാരം തരണം കേട്ടോ റബ്ബേ, അതങ്ങ് പറഞ്ഞ് നാവിൽ എപ്പോഴും അൽഹംദുലില്ലാ, എപ്പോഴും അൽഹംദുലില്ലാ. നബി തങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ പോകുന്നു. കൈഫ അസ്ബഹ്ത യാ ഹാരിസ, ഹാരിസ എങ്ങനെയുണ്ട് നേരം വെളുത്തപ്പോ? എന്താണ് സ്വഹാബി പറയാൻ പോകുന്ന മറുപടി? എന്താണ് മറുപടി കൊടുക്കാൻ പോകുന്നത്? ലോകത്തിന്റെ ഗുരുവിനോട് പറഞ്ഞ വാക്ക് ബി അബീ അൻത വ ഉമ്മീ യാ റസൂലല്ലാഹ്, നബിയെ, എന്റെ വാപ്പയും എന്റെ ഉമ്മയും മരിച്ചു പോയാൽ പോലും അങ്ങ് മരിക്കരുത് നബിയെ, അങ്ങ് മരിക്കരുത്. എന്റെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടാലും അങ്ങ് എനിക്ക് വേണം നബിയെ. അത്രക്ക് ഹബീബിനോട് സ്നേഹമുള്ള ഒരു സ്വഹാബി ഹാരിസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് കൈഫ അസ്ബഹ്ത്, ഹൗ ആർ യു, അതാണ് ചോദ്യം. അതിന്റെ ആശയം അതാണ്, എങ്ങനെയുണ്ട്, എന്താ വർത്താനം? കൈഫ അസ്ബഹ്ത്. മഹാനായ ഹാരിസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഗുരുവിന്റെ മുഖം നോക്കി ആ ഗുരുവിന്റെ മഹത്വം മനസ്സിലാക്കി നബി തങ്ങളോട് കൊടുക്കുന്ന മറുപടി അസ്ബഹ്തു യാ റസൂലല്ലാഹ് മുഅ്മിനൻ ഹഖ്ഖാ, നബിയെ ഞാൻ ശരിയായ മുഅ്മിനാണ് നബിയെ, ഞാൻ നേരം പുലരുമ്പോൾ എനിക്ക് അങ്ങക്ക് ഉറപ്പ് തരാൻ പറ്റും, ഞാൻ ഒറിജിനൽ മുഅ്മിനാണ്, സത്യവിശ്വാസിയാണ്. അസ്ബഹ്തു മുഅ്മിനൻ ഹഖ്ഖാ, ഞാൻ ഹഖ്ഖായും മുഅ്മിനാണ് നബിയെ, ഞാൻ മുഅ്മിനാണ്. അവരുടെ വിഷമം ഈമാൻ നഷ്ടപ്പെടുമോ എന്നാണ്, അവരുടെ ആകെ മുമ്പിലുള്ള വിഷയം ഇസ്ലാമാണ്. എന്റെ ഈമാൻ പോയിട്ടില്ല നബിയെ, ഞാൻ മുഅ്മിനാണെന്ന കാര്യം ഉറപ്പുണ്ട് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളോട് ഹാരിസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഈ വാക്ക് പറഞ്ഞപ്പോ തിരുനബിയുടെ മറുചോദ്യം ഇന്ന ലികുല്ലി ഹഖ്ഖിൻ ഹഖീഖ ഫമാ ഹഖീഖതു ഖൗലിക്, ഏതൊരു വസ്തുതക്കും ഒരു യാഥാർത്ഥ്യമുണ്ടാകും,
ഏതൊരു വസ്തുതക്കും അത് തെളിയിക്കേണ്ട ബാധ്യതയുണ്ട്. ഞാൻ ശരിയായ മുഅ്മിനാണ് എന്ന് പറഞ്ഞാൽ ഫമാ ഹഖീഖത്തു മാ തഖൂൽ, നിങ്ങൾ ഈ പറയുന്നതിന്റെ ന്യായം എന്താണ്? എങ്ങനെയാണ് ഞാൻ ശരിയായ മുഅ്മിനാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്? നമ്മൾ പറയില്ലേ, ഏതെങ്കിലും ഒരു കാലത്ത് ഈമാനുള്ള സ്വർഗത്ത് കടക്കുന്ന ഉറപ്പാണല്ലോ. എൻ്റെ ഒരു ബന്ധു പറഞ്ഞു, എൻ്റെ വാപ്പൊരു സാധാരണക്കാരനാണ്. അപ്പോ നിസ്കാരമൊക്കെ ഭയങ്കരമായ ശ്രദ്ധയിലും ഒക്കെ നിസ്കരിക്കുന്ന ആളാണ്. അപ്പൊ അമ്മാവൻ വന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾ കേസറ്റാക്കി വിടുമോ? അതപ്പോൾ പേടി. ആ കഥ ഞാൻ പറയണില്ല, അത് വിട്ടു. അസ്ബഹ്തു മുഅ്മിനൻ ഹഖാ, ഞാൻ ശരിയായ മുഅ്മിനാണ് കേട്ടോ, ശരിയായ മുഅ്മിനാണ്. ഫമാ ഹഖീഖത്തു ഖൗലിക്, നിങ്ങളുടെ ശരിയായ ഈ വാക്കിന്റെ യാഥാർത്ഥ്യം എന്താണ്? എങ്ങനെ നിങ്ങൾക്ക് ശരിയായ മുഅ്മിനാണെന്ന് പറയാൻ പറ്റും? മഹാനായ സ്വഹാബിയോട് തിരുനബിയുടെ മറുചോദ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ സ്വഹാബി പറയുന്നത്, അസഫ്തു നഫ്സി അനിദ്ദുന്യാ, നബിയേ, ഐഹികമായ ലാഭങ്ങളോ ഈ ലോകത്തെ സുഖങ്ങളോ അല്ല എന്റെ ലക്ഷ്യം. എന്റെ ലക്ഷ്യം ആഖിറമാണ്. എന്റെ പകലുകൾ ഞാൻ പട്ടിണി കിടക്കുന്നുണ്ട്, നോമ്പനുഷ്ഠിക്കുന്നുണ്ട്. എന്റെ രാവുകളെ ഞാൻ ഉറക്കമിളക്കുന്നുണ്ട് നബിയെ, തഹജ്ജുദ് നിസ്കരിക്കാൻ. എന്റെ റബ്ബിന്റെ അർശിലേക്ക് ഞാൻ ഇങ്ങനെ നോക്കി കാണുന്ന പോലെയുണ്ട് നബിയേ, അല്ലാഹുവിന്റെ അർശ്. നബിയേ, സ്വർഗത്തിലേക്ക് ആളുകളൊക്കെ കയറുമ്പോ സ്വർഗത്തിൽ കൂടിയ ആളുകൾ, ദീനിന്റെ ആളുകൾ, ഒരേ വഴിക്ക് നടന്നവർ, ഒരേ ആശയക്കാർ, ഒരേ രീതിയിൽ ജീവിച്ചവർ, അവരാ സ്വർഗത്തിലേക്ക് എത്തിക്കാണുമ്പോൾ പരസ്പരം സന്ദർശിച്ചുകൊണ്ട് കുശലം പറഞ്ഞ് സന്തോഷിക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് കാണുന്ന പോലെയുണ്ട് നബിയേ. അൻദുറു ഇലാ അഹ്ലിൻ നാർ യതആബൂൻ, നബിയേ, നരകത്തിലേക്ക് കടന്നു പോകുന്ന ആളുകൾ, നരകത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ പരസ്പരം നെഞ്ചത്തടിച്ച് കരയുന്നതും നിലവിളിക്കുന്നതും ആർത്തു വിളിക്കുന്നതും, ഇത് സഹിക്കാൻ പറ്റില്ല, ഞങ്ങൾക്കാവില്ല എന്ന്, ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് പുറത്തു കടത്തണേ എന്ന് നിലവിളിച്ചു കരയുന്നതും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന പോലെയുണ്ട് നബിയേ. ഞാൻ ശരിക്കും മുസ്ലിമായിട്ടാണ് നേരം പുലർന്നത് എന്ന് പറയാനുള്ള കാരണം, അസഫ്തു നഫ്സി അനിദ്ദുന്യാ, എന്റെ ലക്ഷ്യം പൈസയുണ്ടാക്കലല്ല നബിയേ, എന്റെ ലക്ഷ്യം മണിമാളികകൾ ഉണ്ടാക്കി ഇവിടെ സുഖിച്ചുകൂടലല്ല, എന്റെ ലക്ഷ്യം ആളുകൾ എന്നെ പൊക്കണമെന്നതല്ല, എന്റെ ലക്ഷ്യം ഇവിടെ ആളുകൾ എന്നെ പുകഴ്ത്തണമെന്നതല്ല നബിയേ, എന്റെ ലക്ഷ്യം ഇവിടെ വലിയ മുതലാളിയായി വിലസണമെന്നല്ല നബിയേ. നബിയേ, അസഫ്തു നഫ്സി അനിദ്ദുന്യാ, എന്റെ മക്കൾ വളരണം, എന്റെ ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കണം, എന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കണം, ഞാൻ അധ്വാനിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, എന്റെ ലക്ഷ്യം പൈസയുണ്ടാക്കലല്ല. പകലിൽ ഞാൻ നോമ്പെടുത്ത് ദാഹം സഹിക്കുന്നുണ്ട് നബിയേ. എന്റെ രാവുകൾ ഞാൻ ഉറക്കമിളക്കുന്നുണ്ട് നബിയേ, എന്റെ പകലുകളിൽ നോമ്പാണ്, രാത്രി എനിക്ക് നിസ്കാരങ്ങളുണ്ട് നബിയേ. അത് മാത്രമല്ല, അല്ലാഹുവിന്റെ അധികാരത്തിന്റെ സിംബലായ അർശിലേക്ക് ഞാനിങ്ങനെ നോക്കിക്കാണുന്ന പോലെ, അർശിലേക്ക് ഞാൻ ഇങ്ങനെ നോക്കുന്ന പോലെ, സ്വർഗം ഞാൻ കാണുന്ന പോലെ, നരകം ഞാൻ കാണുന്ന പോലെ നബിയേ, അതെന്റെ കൺമുമ്പിലുണ്ട് നബിയേ, ഞാനത് മറന്നിട്ടില്ല നബിയേ. ഇത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻതംറുൻ നവ്വറല്ലാഹു ഖൽബക്, അൻതംറുൻ നവ്വറല്ലാഹു ഖൽബക്. ഹാരിസ, നിങ്ങൾ ഒരാളാണ്, ഇങ്ങനത്തെ ആൾ
നവ്വറല്ലാഹു ഖൽബക്, അല്ലാഹു നിങ്ങളുടെ ഹൃദയത്തിന് പ്രകാശം നൽകിയിട്ടുണ്ട്. അറഫ്ത ഫൽസം, നിങ്ങൾക്ക് കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് കൈവിടാതെ നിങ്ങൾ നിലനിന്നു പോവേണമേ. ഇത് തന്നെയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയം. ഈ ലക്ഷ്യത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരേണ്ടത്. അതുകൊണ്ട് ഹാരിസ, ഇന്നകംറുൻ നവ്വറല്ലാഹു ഖൽബക്, ഖൽബിലേക്ക് പ്രകാശം കിട്ടിയ ആളാണ് നിങ്ങൾ. അറഫ്ത ഫൽസം, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് സത്യം എന്താണെന്ന്. ഫൽസം, മുറുകെ പിടിച്ചേക്കണം, ഇടറിപ്പോവല്ലേ. കള്ളും കുപ്പി കാണുമ്പോഴേക്കും കള്ളു കുടിക്കാൻ തുനിയല്ലേ. വ്യഭിചാരത്തിന്റെ ചിത്രങ്ങൾ കാണുമ്പോഴേക്കും നീ അശ്ലീലം കാണാൻ വേണ്ടി പോവല്ലേ. അതിലേക്ക് ചിന്തിക്കല്ലേ, കണ്ണുകൾ കൊടുക്കല്ലേ. ഹറാമുകളും കേൾക്കാനും അറിയാനും അവസരമുണ്ടാകുമ്പോ പോകല്ലേ. നിന്നെ പിടിച്ചു വലിക്കാൻ പിശാചിന്റെ ശത്രുക്കൾ, നിന്റെ ശത്രുക്കൾ പിശാചുക്കൾ ഒരുപാട് കാണും. അറഫ്ത ഫൽസം, നരകം കണ്ണിൽ കാണുന്ന പോലെ, സ്വർഗം കണ്ണിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് ഖൽബിൽ ഈമാൻ ഉണ്ടെങ്കിൽ നേരെ വെക്കണേ, നിങ്ങൾ മുറുകെ പിടിക്കണമേ. ഇന്നകംറുൻ നവ്വറല്ലാഹു ഖൽബക്, അല്ലാഹുവിന്റെ തിരുനോട്ടം ഹൃദയത്തിലേക്കുണ്ടാവുകയും ഹൃദയത്തിൽ പ്രകാശം പരക്കുകയും ചെയ്ത ഒരു മഹാഭാഗ്യവാനാണ് നിങ്ങളെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സ്വഹാബി ഹാരിസത്ത് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട്. മുഅ്മിനെ, അങ്ങനെ ഒരു ഈമാൻ നമുക്ക് അല്ലാഹുവിനെ പറ്റി തോന്നിയോ? അങ്ങനെ ഒരു ഈമാൻ നരകത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു ഈമാൻ സ്വർഗം പറയുമ്പോൾ തോന്നുന്നുണ്ടോ? സ്വർഗവാസികളെ കാണുന്ന പോലെ നരകവാസികൾ വാവിട്ട് കരയുന്നത് അന്നുറ്, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ. അറഫ്ത ഫൽസം, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, മുറുകെ പിടിച്ചേക്കണമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമായിട്ട് എത്ര വർഷമായി നമ്മളൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട്? ജന്മം കൊണ്ടല്ലാതെ ഇസ്ലാം അറിഞ്ഞതിന് ശേഷം മുസ്ലിമായി വന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? ഒന്ന് കൈപൊക്കാൻ. ജനിച്ചത് മുസ്ലിമായിട്ടല്ല, ഇസ്ലാം അറിഞ്ഞ് അത് പഠിച്ച് ഇസ്ലാമിലേക്ക് വന്നു എന്ന് ധൈര്യപ്പെടാവുന്ന ആരെങ്കിലും ഇവിടെ വന്നവരുണ്ടോ? ഒന്ന് കൈപൊക്കിയാൽ. ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, ഒരാളുണ്ട്. അൽഹംദുലില്ലാഹ്, ജസാകല്ലാഹു അന്നാ വഅനിൽ ഉമ്മത്തിൽ ഇസ്ലാമിയ്യത്തി ഖൈറാ. അല്ലാഹു നിങ്ങൾക്ക് ഖൈർ തരട്ടെ. നിങ്ങളാണ് ധൈര്യവാൻ, നിങ്ങളാണ് ധൈര്യവാൻ. മുസ്ലിം ബൈ ചാൻസ്, നമ്മളൊക്കെ ബൈ ചാൻസിൽ മുസ്ലിമായി പോന്നവരാണ്. ഇസ്ലാമിന്റെ വില മനസ്സിലാക്കിയവരല്ല. മനസ്സിലാക്കിയിട്ട് പോലും ഖൽബിന്റെ ഉള്ളിലേക്ക് അത് കയറിയിട്ടുണ്ടോ? അള്ളാഹുവിന്റെ ഖുർആൻ ഓതുമ്പോൾ നമ്മുടെ ഖൽബ് പടക്കാറുണ്ടോ? ഹബീബിന്റെ ഹദീസുകൾ വായിക്കുമ്പോ നമ്മുടെ ഹൃദയത്തിന് ചാഞ്ചല്യം വരാറുണ്ടോ? അള്ളാഹുവിന്റെ കലാമാണ് ഞാൻ എന്റെ നാവിലൂടെ ഓതുന്നതെന്നും ലോകത്തിന്റെ ഗുരുവിനോട് എന്താണോ അള്ളാഹു നമ്മളോട് പറഞ്ഞു തരാൻ പറഞ്ഞത് അതാണ് തിരുനബിയുടെ ഹദീസുകളെന്നും നമ്മുടെ ഖൽബുകളിലേക്ക് കടക്കാറുണ്ടോ? ഈമാനിന്റെ ഫലം എത്രയാണ്? നമുക്ക് ആ സ്വർഗത്തിലേക്കുള്ള ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? ഒരു കറുത്ത ഒരു എത്യോപ്യക്കാരനായ ഒരു സ്വഹാബിയുടെ ചരിത്രമുണ്ട്. ആ സ്വഹാബി ആട്ടിടയനാണ്. ഒരു ജൂതന്റെ ആടുകളെ മേച്ചു നടക്കുന്ന ഒരാൾ, എത്യോപ്യക്കാരനായ ഒരു അബ്ദ്, ഒരു അടിമ, അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ആട്ടിൻ പച്ചങ്ങളെ തെളിച്ചു വരുന്നു. നബിയുടെ മുമ്പിലെത്തിയപ്പോൾ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യന് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഇസ്ലാം അന്വേഷിച്ചു ചെന്നതാണ്, പറഞ്ഞു കൊടുത്തു. എന്റെ സത്യവിശ്വാസികളെ, ആലിമീങ്ങളും ഖതീബുമാരും ഉള്ള സദസ്സാണിത്, ഇമാമുമാരുള്ള സദസ്സാണിത്. നിങ്ങളുടെ പള്ളിയുടെ മെഹ്റാബിലേക്ക്, പള്ളിയുടെ അരികത്തേക്ക്, പള്ളിമുറ്റത്തേക്ക് ഏതെങ്കിലും ഒരു സഹോദരൻ എനിക്ക് ഇസ്ലാം ബോധ്യപ്പെട്ടു, എനിക്കൊന്ന് മുസ്ലിം ആവണം, നിങ്ങളൊന്ന് കലിമ ചൊല്ലി തരുമോ എന്ന് പറയുമ്പോൾ രണ്ട് കൈയും കൊടുത്ത് കെട്ടിപ്പുണർന്ന് സ്നേഹത്തിന്റെ ബാഷ്പകണങ്ങൾ പൊഴിച്ച് ആ മനുഷ്യനെ നെഞ്ചോട് ചേർത്ത് വെച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്? എത്ര ആളുകളുടെ മനസ്സ് പടക്കാതെ, പേടിക്കാതെ, ചാഞ്ചല്യമില്ലാതെ അഹൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് വന്ന സഹോദര, നീ സന്മാർഗത്തിലേക്ക് എത്തിയല്ലോ എന്ന് പറഞ്ഞ് കൈനീട്ടി സ്വീകരിക്കാൻ എത്ര പേർക്ക് ഇപ്പൊ ധൈര്യമുണ്ട്?
എത്ര പേർക്ക് ധൈര്യമുണ്ട്? നമ്മളൊന്ന് ആലോചിച്ചു നോക്കണ്ടേ. എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? നമ്മുടെ മെഹ്റാബിന്റെ വില, നമ്മുടെ മിമ്പറിന്റെ വില, നമ്മുടെ മസ്ജിദിന്റെ വില, അള്ളാഹുവിന്റെ ദീനിന്റെ വില. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ എത്യോപ്യക്കാരനായ അറാബി വന്നു നിൽക്കുന്നു. അയാൾ ചോദിച്ചു, നബിയെ, നിങ്ങൾ എന്താണ് ജനങ്ങളെ പഠിപ്പിക്കുന്നത്? ആരിലേക്കാണ് നിങ്ങൾ വിളിക്കുന്നത്? അദ്ഉക ഇലൽ ഇസ്ലാം, മുസ്ലിമാവണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നിങ്ങൾ മുസ്ലിമാവണം. വഅദ്ഉക, നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത് അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്നീ റസൂലുള്ളാഹ്. നിങ്ങളെ പടച്ച ഒരു രക്ഷിതാവുണ്ട്. മറ്റേതെല്ലാം നിങ്ങൾ ഉപയോഗിക്കുന്നതുണ്ടോ? നിങ്ങളുടേത് നിങ്ങളെ പടച്ചതോ? ആരാണ് നിന്നെ പടച്ചത്? നീ ആരാധിക്കുന്ന ദൈവങ്ങളാണോ? നിന്റെ മുതലാളിയാണോ? ആരാണ് നിന്നെ പടച്ചത്? മൻ ഖലഖക്, നിന്നെ പടച്ചവൻ അല്ലാഹുവാണ്. അൻ തുഅ്മിന ബില്ലാഹ് അല്ലദീ ഖലഖക് വഖലഖൽ ആലമ ജമീഅ. ഈ ലോകത്ത് മുഴുവനും പടച്ചവനും നിന്നെ പടച്ചവനുമായ സൃഷ്ടാവിൽ നീ വിശ്വസിക്കണമെന്ന ദഅവത്ത് കൊടുക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ ആ മനുഷ്യൻ ചോദിച്ച ചോദ്യം എന്താണെന്നറിയുമോ? നബിയേ, മാദാ യകൂനു ലീ ഇൻ ശഹിദ്തു ബിദാലിക് വആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കുകയും സാക്ഷി പറയുകയും ചെയ്താൽ എനിക്കെന്ത് കിട്ടും? സ്വാഭാവികമായ ചോദ്യം, എന്ത് കിട്ടും? ഫലകൽ ജന്നഹ്, നിനക്ക് അല്ലാഹു ഒരുക്കി വെച്ച സ്വർഗമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കേണ്ടതേ വേണ്ടൂ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നബിയെ, അപ്പോഴേക്കും നബിയെ വിളിച്ചത് യാ റസൂലല്ലാഹ് എന്ന പദം കൊണ്ടാണ്. അള്ളാഹുവിന്റെ ദൂതരെ, ഇന്നി റജുലുൻ അസ്വദുൽ ലൗൻ, ഞാൻ തൊലിനിറം കറുത്തവനാണല്ലോ നബിയെ. ഖബീഹുൽ വജ്ഹി, മുഖം ഭംഗിയില്ലാത്തവൻ. മുൻതിനുർ റീഹ്, ദുർഗന്ധമാണ് നബിയെ എന്റെ വിയർപ്പിന്. എന്റെ വിയർപ്പ് അത്രക്കും ദുർഗന്ധമുള്ളതാണ് നബിയെ. ലാ മാലലി, എനിക്ക് സമ്പത്തില്ലല്ലോ നബിയെ. അള്ളാഹുവിന്റെ റസൂലേ, നിങ്ങളെ തുരത്തി ഓടിക്കാൻ വരുന്ന ഈ കപടവിശ്വാസികളും മക്കായിലെ ജൂതന്മാരും അവിശ്വാസികളുമായ ആളുകൾ അങ്ങയുടെ ഈ സത്യദീനിന്റെ വെളിച്ചം ഊതിക്കെടുത്താൻ വരുന്ന ഈ ആളുകളോട് ഞാനങ്ങ് പടപൊരുതിയാൽ അദ്ഖുലുൽ ജന്ന, എനിക്ക് സ്വർഗം കിട്ടുമോ നബിയേ? നഅം, ഉറപ്പാണ്. യാ റസൂലല്ലാഹ്, ഇസ്ലാം കടക്കുന്നതേ ഉള്ളൂ. ഉടനെ തന്നെ ആ സുഹാബി നബിയെ കണ്ട് നബിയുടെ മുമ്പിൽ മുഅ്മിനായി സഹവസിച്ച ആ മനുഷ്യൻ ഇനി മുതൽ സുഹാബിയാണ്. അൽ ഗുലാമുൽ അസ്വദു, അങ്ങനെയാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുക. ആ ഒരു കറുത്ത അടിമയായിരുന്ന സുഹാബി, നബിയേ, ഈ ആട്ടിൻപറ്റങ്ങൾ എന്നെ ഏൽപ്പിച്ച അമാനത്താണ് നബിയെ. ഇതൊരു ജൂതന്റേതാണ്. ഈ ആട്ടിൻപറ്റങ്ങളെ ഞാനിനി എന്തു ചെയ്യണം? എനിക്ക് അങ്ങയെ വിട്ടുപോവാൻ കഴിയുന്നില്ല നബിയെ. ഞാൻ അങ്ങയുടെ കൂടെ കഴിയുകയാണ്. പക്ഷേ ഈ ആട്ടിൻപറ്റങ്ങൾ, ഞാനതിനെ മേച്ചു നടക്കുന്ന ആളാണ് നബിയെ. ഞാൻ എന്തു ചെയ്യണം എന്ന് നബിയോട് പറഞ്ഞതേ ഉള്ളൂ. അഷ്റഫുൽ ഖൽഖിന്റെ മറുപടി, നിങ്ങളൊന്നും പേടിക്കണ്ട. അഖ്രിജ്ഹാ മിനൽ അസ്കർ, മുസ്ലിമീങ്ങൾ ഒരു യുദ്ധത്തിന് തമ്പടിച്ച സമയമായിരുന്നു. അത് പ്രതിരോധമായിരുന്നു. ഇസ്ലാമിലെ യുദ്ധങ്ങളെന്ന് മനസ്സിലാക്കണം. ആ ക്യാമ്പിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ആടുകളെ പുറത്തേക്ക് എടുക്കുക. വർമിഹാ ബിൽ ഹസാ, ചെറിയ ചരൽക്കല്ലുകൾ എടുത്ത് അവയെ ഒന്ന് ചെറുതായി ഒന്നെറിയുക. ചെറിയ കല്ലുകൾ കൊണ്ട് മുടിക്കാൻ ഉപയോഗിക്കുന്ന കല്ലുകൾ, അതിനാണ് ഹസാ എന്ന് പറയാം, വേദനിപ്പിക്കാനല്ല. فإن الله عز وجل سيؤدي عنك أمانتك, നീ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടത്, നിന്നെ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട ഈ വിശ്വസ്തത നിനക്ക് വേണ്ടി അള്ളാഹു നിനക്ക് നടപ്പാക്കി തരും. ഈ ആടുകൾ അതിന്റെ യജമാനന്റെ അരികത്തേക്ക് ഒറ്റക്ക് നടന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും.
നിങ്ങളൊന്ന് ഈ ക്യാമ്പിൽ നിന്ന് ആടുകളുമായി പുറത്തിറങ്ങ്, ചരൽക്കല്ലുകളെ കൊണ്ട് നിങ്ങൾ ഒന്നെറിഞ്ഞു കൊടുത്താൽ ഈ ആടുകൾ കിലോമീറ്ററുകളോളം അതിന്റെ യജമാനനെ തേടി ആരോ കൈപിടിച്ചു കൊണ്ടുപോകുന്ന പോലെ ഈ ആടുകൾ പോകും. അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കാണത്, അള്ളാഹുവിന്റെ ഹബീബാണ് പറഞ്ഞത്. അത്ഭുതമെന്ന് പറയട്ടെ, മുഅ്ജിസത്ത് സംഭവിക്കുകയാണ്. ആട്ടിൻപറ്റം സഫ് സഫായി ആരോ ഒരാൾ തെളിച്ചു കൊണ്ടുപോകുന്ന പോലെ ഒറ്റക്ക് മരുഭൂമിയിലൂടെ വന്ന വഴി മറക്കാതെ ജൂതന്റെ ആലയിലേക്ക് കയറി ചെല്ലുമ്പോൾ ഈ ഏൽപ്പിച്ച അടിമയെ കാണാതെ വന്നപ്പോ ജൂതൻ ഉറപ്പിച്ചു ഇവൻ മുസ്ലിമായിട്ടുണ്ട്. ജൂതൻ ഉറപ്പിച്ചു മുസ്ലിമായി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും ആ യുദ്ധക്കളത്തിലാണ്. മഹാനായ സ്വഹാബി എനിക്കും യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. യുദ്ധം ആരംഭിക്കുകയായി. ആ യുദ്ധമുഖത്ത് മഹാനായ ഈ സ്വഹാബിയുടെ നെഞ്ചിലേക്ക് ഒരു അമ്പ് തറച്ചു. ആ അമ്പ് തറച്ചതിൽ അദ്ദേഹം ഉടനെ തന്നെ വീഴുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ കറുത്ത അടിമയെ ടെന്റിലേക്ക് കൊണ്ടുപോകണം. ഇലൽ ഖബാ, ആ ചെറിയ ടെന്റിലേക്കൊന്ന് കൊണ്ടുപോകണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരക്കുകളെല്ലാം കഴിഞ്ഞതിന്റെ ശേഷം യുദ്ധത്തിന്റെ വിഷമങ്ങളൊക്കെ അവസാനിച്ചപ്പോ ടെന്റിലേക്ക് കയറി ചെന്നു. ലഖദ് ഹസുന ഇസ്ലാമു സാഹിബുക്കും. അറിയണം, ഇസ്ലാമായതിന്റെ ശേഷം, മുസ്ലിമായതിന്റെ ശേഷം ലം യസ്ജുദു ലില്ലാഹി സജദ, ഒരു ഫർള് നിസ്കാരം പോലും നിസ്കരിക്കാൻ സമയം കിട്ടാതെ, ഒരു നിസ്കാരം പോലും നിർവഹിക്കാതെ സ്വർഗത്തിലേക്ക് പോയ സ്വഹാബിയെയാണ് അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തി തരുന്നത്. ഒരു നിസ്കാരം പോലും നിസ്കരിച്ചിട്ടില്ല, അതിന് സമയമായില്ല. അല്ലാഹുവിന്റെ ഹബീബ് ആ മുഖത്ത് നോക്കി പറഞ്ഞ വാക്ക് ലഖദ് ഹസുന ഇസ്ലാമു സാഹിബുക്കും. നിങ്ങളുടെ കൂട്ടുകാരന്റെ ഇസ്ലാം നന്നായിട്ടുണ്ട്. വഇന്ന ഇൻദഹു ലസൗജതൈൻ മിനൽ ഹൂറിൽ ഐൻ. നബിയെ, ദുർഗന്ധമുള്ള എനിക്ക്, കാണാൻ ഭംഗിയില്ലാത്ത എനിക്ക്, അടിമയായ എനിക്ക്, സമ്പത്തില്ലാത്ത എനിക്ക് സ്വർഗം കിട്ടുമോ എന്ന് ചോദിച്ച ആളാണത്. നബി തങ്ങൾ പറഞ്ഞു, ഹൂറുൽ ഐനുകളിൽപ്പെട്ട 2 ഭാര്യമാർ ഈ മനുഷ്യന്റെ അടുത്തേക്ക്, സ്വഹാബിയുടെ അരികത്തേക്ക് വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലഖദ് ഹസ്സനല്ലാഹു വജ്ഹ, അവരുടെ മുഖത്തിന് അല്ലാഹു ശോഭ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതുവരെ ഭംഗിയില്ലാത്ത സ്വഹാബിയുടെ മുഖം തിളങ്ങുകയായി. ആ ശരീരത്തിൽ നിന്ന് സുഗന്ധം വരികയായി. ആ മനുഷ്യന്റെ പിറകെ അവരുടെ ആശ്രിതർക്ക് സമ്പത്തും അല്ലാഹു തയ്യാറ് ചെയ്തു കൊടുക്കുകയായി. ولقد رأيت زوجتيه من الحور العين ينزعان جبته. ഷഹീദായി കിടക്കുന്ന ആ സ്വഹാബിയുടെ വസ്ത്രം ഹൂറുൽ ഐനുകളിൽപ്പെട്ട 2 പേർ ആ വസ്ത്രം പിടിച്ചു വലിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് ലോകത്തിന്റെ ഗുരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മനുഷ്യന്റെ സ്വഹാബിയുടെ तदब्बुर भी किया तूने, वो क्या गर्दून था तू जिसका है एक टूटा हुआ तारा. നീ അറിഞ്ഞോ, നീ ഏതൊരു മഹാ ആകാശ വിഹായസിന്റെ ഒരു ചെറിയ ഒരു തുണ്ട് നക്ഷത്ര കഷ്ണമാണോ? ആ വലിയ ആകാശങ്ങൾ നിന്റെ മുൻഗാമികൾ ആരായിരുന്നു എന്നാ നീ മനസ്സിലാക്കിയത്? നമ്മളിങ്ങനെ നടക്കുകയാണ് മുസ്ലിം എന്ന് പറഞ്ഞു. റമളാൻ മാസം തറാവീഹ് നിസ്കരിച്ചു, അൽഹംദുലില്ലാഹ് എന്റെ എല്ലാ ബാധ്യതയും ഞാൻ നിർവഹിച്ചു എന്നാ വിചാരം. ഒരു ലൈലത്തുൽ ഖദർ സാധ്യമായ 27ന്റെ രാവിൽ ഖിയാമുൽ ലൈൽ കഴിഞ്ഞ അവൻ പിന്നെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് എന്നാ വിചാരം. നമ്മളൊക്കെ എന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല മുഅ്മിനെ. ഈമാനിന്റെ ചില പ്രകടനങ്ങൾ, ഈമാൻ കൊണ്ടുണ്ടാകുന്ന അത്ഭുതങ്ങളാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാൻ പോകുന്നത്.